ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള എൻട്രി മോഡൽസ് ഏത് ഏരിയാസിലാണ് എന്നതിൻ്റെ കാര്യവും നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനലിനെ കുറിച്ച് നിങ്ങൾ കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, വേറെ സ്റ്റഡി പർപ്പസ് വീഡിയോ വരുന്നില്ലല്ലോ, ഇപ്പം മോസ്റ്റ്ലി ഡെയിലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണല്ലോ വരുന്നത്. നമ്മുടെ ചാനലിൽ സ്റ്റഡി പർപ്പസ് വീഡിയോ കാണാൻ വേണ്ടി മാത്രം സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്ക് ഇനി വരുന്ന ഒരു ഡേയ്സിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫ്രൈഡേ ഈവനിങ്ങിൽ ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോയും അതേപോലെ തന്നെ സാറ്റർഡേയിലും ഒരു സ്റ്റഡി പർപ്പസ് വീഡിയോ വരുന്നതായിരിക്കും. ഫ്രൈഡേ സാറ്റർഡേ സ്റ്റഡി പർപ്പസ് വീഡിയോയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് മാർക്കറ്റ് അനാലിസിസ് വീഡിയോയും വരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കുകൾ കൊണ്ടാണ് നമ്മൾ സ്റ്റഡി പർപ്പസ് വീഡിയോസ് ഇപ്പോൾ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടാഞ്ഞത്. അപ്പോൾ വെബ്സൈറ്റെല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് നമുക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് കോൺടാക്റ്റ് ചെയ്യാം. വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെബ്സൈറ്റ് എന്തിനാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഇത് നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ആ വീഡിയോ കിടക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു യൂട്യൂബിൻ്റെ ഫുള്ളി കൺട്രോൾ നമ്മുടെ കയ്യിലില്ല, അതൊന്നാമത്തെ കാര്യമാണ്. പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കൺട്രോൾ നമുക്കുണ്ട്. ഈ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ഒരു പ്ലാറ്റ്ഫോം എപ്പം നിർത്തിപ്പോകത്തില്ലയോ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊന്നാമത്തെ കാര്യം. എന്നും പറഞ്ഞ് ഞാനിത് നിർത്തിപ്പോകുമെന്ന് പറയുന്നില്ല, യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. പക്ഷേ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് വേറൊരാളാണ്. അപ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. അപ്പോൾ അതൊരു നമ്മളൊരു യൂട്യൂബിൻ്റെ ഒരു ചാനലും ഒരു വെബ്സൈറ്റും തമ്മിലപ്പോൾ ഒരു നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റുകളിൽ കൊണ്ടുവരാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ, നമ്മുടെ ഫർദർ പ്ലാൻസുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടിയാണോ നമ്മൾ പാർക്ക് റെസിംസി എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയത്, അതോ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മുടെ എൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് പാർക്ക് റെസിംസി എന്ന് പറഞ്ഞൊരു ചാനൽ. അപ്പോൾ ആ ഒരു ചാനൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമുക്ക് കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് മാർക്കറ്റ് റിലേറ്റഡും അതേപോലെ നമുക്ക് കുറേ കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് കവർ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരെ മാർക്കറ്റ് അനാലിസിസ്, ഇന്നത്തെ മാർക്കറ്റ് നമ്മുടെ ലെവൽസിൻ്റെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തോ ഇല്ലയോ നമുക്കൊന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാർട്ടിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് അധികം ലെവൽസ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ മാർക്ക് ചെയ്തത്. ഈ ഒരു ലെവൽ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യുന്നെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി ഞാൻ ഇന്നത്തെ ദിവസം മാർക്കറ്റ് മോസ്റ്റ്ലി അക്കോംപ്ലിഷ് ചെയ്യാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തൊരു ഏരിയ ആണ്. അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ഓൾഡ് ആയിട്ടുള്ളൊരു സ്വിങ്ങിൻ്റെ ഒരു ഏരിയ തന്നെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു 2 റേഞ്ചിൻ്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. ഈ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും സെല്ലിംഗ് പ്രഷർ കാണിച്ചേക്കാം, മാർക്കറ്റിലൊരു സെല്ലിംഗ് മൂവ്മെൻറ്റ് നമുക്ക് കാണിച്ചേക്കാമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു. അതേപോലെ നമുക്ക് ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായിട്ട് പെട്ടെന്നൊരു സെല്ലിംഗ് മൂവ്മെൻറ്റ് നമ്മൾ കാണാൻ പറ്റി. പക്ഷേ ആ ഒരു സെല്ലിംഗ് മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്തില്ല മാർക്കറ്റിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് സൈഡ് വേസ് ടു ബുള്ളിഷ് ആയിരുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. നമ്മൾ RSI ഒക്കെ നമ്മൾ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ഒരു സെല്ലിംഗ് പ്രഷർ നടക്കുന്ന സമയത്തും RSIയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡൈവേർജൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നമ്മളൊരു 3 മിനിറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോളിന് മുന്നേ നമുക്ക് മാർക്കറ്റ് അപ്സൈഡിലോട്ട് തന്നെ മൂവ് ചെയ്യുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു മാർക്കറ്റും പോയത്. അപ്പോൾ മോസ്റ്റ്ലി നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡ് വന്നത് എപ്പോഴാണ്, ഞാൻ നിങ്ങളോട് ഇന്നലെ കറക്റ്റായിട്ട് പറഞ്ഞായിരുന്നു, മാർക്കറ്റ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അന്നത്തെ ദിവസം കുറച്ചും കൂടി അപ്സൈഡിലോട്ട് പുഷ് ചെയ്യാൻ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് RSI ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞത് ഈ ഒരു ലെവലിലായിരുന്നു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നു. അപ്പോൾ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയ ഏരിയ എന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏതാണ് ഈ ഒരു ഏരിയയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ നിന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ഉണ്ടാക്കിയ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലായിരുന്നു. എന്ന് പറഞ്ഞാൽ റിജക്ഷൻ ക്യാൻഡിലുള്ള അപ്സൈഡിലോട്ട് മൂവ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാൻഡിലായിരുന്നു നമുക്ക് മാർക്കറ്റ് കീപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഏരിയയിൽ തന്നെ നമ്മൾ അപ്സൈഡിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്തായിരുന്നു. നമുക്ക് വന്നിരുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FEG എന്ന് എപ്പോഴും പറയുന്ന കണക്ക് 3 ക്യാൻഡിൽ ഫോർമേഷൻ ആയിരുന്നു. ഈ ഒരു ലെവലിന് താഴെയായിരുന്നു ഞാൻ സ്റ്റോപ്പ് ലോസുകൾ കീപ്പ് ചെയ്തത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളാണ്. എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഏതൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്സ് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കേണ്ടത് നമ്മുടെ ലെവൽസിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വരുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റിജക്ഷൻ കൂടി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ കൺഫർമേഷൻ ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലെവലിൻ്റെ മുകളിൽ മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ സമയത്ത് എന്താണ്, മാർക്കറ്റ് ബുള്ളിഷാണ്. അതാണ് ഒരു കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. തേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റിനെ ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞു. അതാണ് നമ്മുടെ തേർഡ് കൺഫർമേഷൻ. അതേപോലെ ഫോർത്ത് ആൻഡ് ഫൈനൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം ആ ക്യാൻഡിൽ എങ്ങനെ റിയാക്ട് ചെയ്തു. ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ ബോക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റ് എക്സാക്ട്ലി ടാപ്പായ ക്യാൻഡിൽ ഇവിടാണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്നു. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ആൻറ്റിസിപ്പേഷൻ എന്തായിരിക്കും, മാർക്കറ്റിന് ഒന്നുകിൽ ഈ ഒരു ഹൈ ടേക്ക് ചെയ്യാം, അതേപോലെ നമ്മുടെ ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ള ഈ ഒരു ലെവലിന് മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു റെക്കമെൻഡ് നിങ്ങൾക്കൊരു മാർക്കറ്റിൻ്റെ എൻഡിങ് ടൈമിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരാൾക്കാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ദിവസം ട്രേഡ്സ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാമായിരുന്നു. പക്ഷേ മാർക്കറ്റ് എൻഡിങ് ടൈമിലോട്ടുള്ള ട്രേഡുകൾ ഞാൻ എക്സ്പെഷ്യലി എടുക്കുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു എൻഡിങ് ടൈമിലോട്ട് ഏതൊരു ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സ്പൈക്കോടുകൂടി തന്നെ മാർക്കറ്റ് പെട്ടെന്ന് നമ്മളൊരു മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈമും ഒരു എൻഡിങ് ടൈമും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടൈമായിരിക്കും. മോസ്റ്റ്ലി മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് ടൈം എൻഡിങ് ടൈം ആയിരിക്കും ഹൈലി വോളറ്റിലായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ നിന്നൊരു അപ്സൈഡിലൊരു മൂവ് തന്നു, ഇവിടെ നിന്നൊരു ക്ലോസിങ് തന്നു, അടുത്ത ക്യാൻഡിലിൽ നമ്മൾ എൻട്രി പ്ലേസ് ചെയ്തായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയയിലായിരുന്നു അപ്സൈഡിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്തത്. അതേപോലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്തത് FAG എന്ന് പറയുന്ന 3 ക്യാൻഡിൽ ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ തേർഡ് ക്യാൻഡിൽ ഡൗൺ സൈഡിലുള്ളൊരു ഓൾമോസ്റ്റ് 30 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. അതേപോലെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തത് ഓൾമോസ്റ്റ് 70 പോയിൻറ്റ്സ് ആയിരുന്നു. മാർക്കറ്റ് എക്സ്പയർ ആയ സമയം വരെ നമ്മൾ ഹോൾഡ് ചെയ്തു. നമുക്ക് വളരെ കുറച്ച് പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഓൾമോസ്റ്റ് നമുക്ക് വളരെ കുറച്ചാണ് നമ്മുടെ പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റിയത്. പക്ഷേ നമ്മുടെ ഒരു സെറ്റപ്പ് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ അത് മിസ് ഔട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള ടൈമിലായിരിക്കും നമുക്ക് കൂടുതൽ കൺഫർമേഷനോട് കൂടിയ ട്രേഡ്സുകൾ നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഈ ഒരു ടൈമിലൊക്കെ മാർക്കറ്റ് ഹൈലി വോളറ്റൈലിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഒരു 3-4 കൺഫർമേഷൻസ് കൂടി മാർക്കറ്റ് നമുക്കൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസും റിസ്കിങ് എമൗണ്ടും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡിൽ നമുക്ക് ഫിയർലെസ് ആയിട്ട് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. എൻ്റർ ചെയ്യുന്നതോടുകൂടി തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റ് അപ്സൈഡിലോട്ടാണ് മൂവ്മെൻറ്റ് തരുന്നതെങ്കിൽ നമ്മൾ മാക്സിമം ആ മൂവ്മെൻറ്റ് എവിടം വരെ പോകും എന്ന് തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ ട്രയൽ ചെയ്തുകൊണ്ട് അപ്സൈഡിലോട്ട് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്നലത്തെ അനാലിസിസിൻ്റെ ടൈമിൽ. ഇന്നലത്തെ നമ്മുടെ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഇന്ന് വന്നിട്ടുള്ള ഒരു എൻട്രി മോഡൽ. ഞാൻ ഈ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയി കാണും. ആ ഒരു ഏരിയയിലൊക്കെ ട്രേഡ് പഞ്ച് ചെയ്ത ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അവരെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. എൻ്റെ ലെവൽ എന്താണ്, ഈ ഒരു ഏരിയയിലൊക്കെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ വരാം. ഇമാജിൻ ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് ഇനി ഈ ഒരു ലെവലിലോട്ട് അച്ചീവ് ചെയ്യും എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏതൊരു പോയിന്റിലും സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു മൂവ്മെൻ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ പേടിച്ച് തന്നെ അവർ എക്സിറ്റ് ചെയ്ത് മാറുന്നതായിരിക്കും. എന്നിട്ട് എക്സിറ്റ് ചെയ്ത് അവരുടെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തുകൊണ്ടായിരിക്കും മാർക്കറ്റ് വീണ്ടും അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മൈൻഡിൽ നല്ലതുപോലെ വാച്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ലെവൽ ഏതായിരുന്നു, പ്രീവിയസ്ലി ഷാർപ്പായിട്ടൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ച ഏരിയയുടെ മുകളിൽ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി.
ആ സസ്റ്റെയിൻ ചെയ്യാൻ മാർക്കറ്റിന് പറ്റിക്കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് വന്നു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നൊരു അപ്സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കാണിച്ചു. അതിൻ്റെ അർത്ഥം മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാനായിരിക്കും ചാൻസ് കൂടുതൽ. അങ്ങനെ അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് തന്ന സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു. നമ്മൾ ടാർഗറ്റായിട്ട് വെച്ചത് ഫസ്റ്റ് സ്വിങ്ങായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്വിങ്ങിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇവിടെ ഉണ്ട് അല്ലേ. ഇതൊരു ഫസ്റ്റ് സ്വിങ് അല്ലേ. അപ്പോൾ ഈ ഒരു ലെവൽ മാർക്കറ്റിന് ടേക്ക് ചെയ്യാൻ പറ്റി. ഈ ഒരു ലെവലിനോട് കൂടെ തന്നെ ഒരു പ്രീമിയം ഡിസ്കൗണ്ട് ഏരിയ ക്രിയേറ്റ് ചെയ്തതിൻ്റെ അപ്സൈഡ് ആയിട്ടുള്ള ഒരു പ്രീമിയം ഏരിയയ്ക്ക് മാർക്കറ്റിനെ ടേക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തത് കുറച്ചും കൂടി മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയിട്ട് ഈ ഒരു സ്വിങ് വരെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ താഴത്തെ ക്യാൻഡിലായുള്ള ഒരു 30 പോയിൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 1:2 റേഞ്ചിലുള്ള ടാർഗറ്റായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് സെനാറിയോ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇനി നമുക്ക് നാളത്തെ ദിവസമായിട്ടുള്ള തേഴ്സ്ഡേയിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്, ഏതൊക്കെ ലെവൽസ് ആയിരിക്കണം നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നാളത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. അപ്പോൾ നമുക്ക് ഈ ഇമ്പോർട്ടൻറ്റ് ലെവൽസിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയാം. ഞാൻ ഇപ്പോൾ അനലൈസ് ചെയ്ത സമയത്താണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഇന്നത്തെ മാർക്കറ്റിൽ പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ സൈഡിലോട്ടൊരു മൂവ് നിങ്ങൾ കണ്ടായിരുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അപ്പ് സൈഡിലോട്ട് പോയി, ഡൗൺ സൈഡിലോട്ട് വന്നിട്ട് മാർക്കറ്റ് പിന്നെയും അപ്പ് സൈഡിലോട്ട് പോയി. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് 1 hour ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മാർക്കറ്റ് ടൈമിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മുന്നേ തന്നെ നമുക്ക് അപ്പ് സൈഡിലോട്ടൊരു എൻട്രി പ്ലേസ് ചെയ്യാനുള്ളൊരു ഒരു വാലിഡ് റീസൺ കൂടി നമുക്ക് കിട്ടിയതിനായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കീപ്പ് ചെയ്യുക. ഈ ഒരു 3 ക്യാൻഡിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഈ മാച്ച് തന്നെ കാണിച്ചു തരാം. ഈ 3 ക്യാൻഡിൽസിനെ ഒന്ന് കൺസിഡർ ചെയ്തേ. ഈ 3 ക്യാൻഡിൽസിന് നിങ്ങൾ കൺസിഡർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റി? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കാണാൻ പറ്റി അല്ലേ. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിനെ മാർക്കറ്റ് വന്ന് ടേക്ക് ചെയ്തു. എന്നിട്ട് ആ ക്യാൻഡിൽ അവിടെ നിന്ന് കാണിച്ചത് എന്താണ്? ഇവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ബൈയിങ് വന്നതുകൊണ്ടാണ് ഈ ഒരു 102 പോയിൻറ്റ്സും പെട്ടെന്ന് തന്നെ അപ്സൈഡിലോട്ട് ആ ഒരു ക്യാൻഡിലിന് മൂവ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ മൂവ് ചെയ്ത് ക്ലോസ് ചെയ്ത സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ട് മാർക്കറ്റ് എത്തി. അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് അപ്സൈഡിലോട്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ പറ്റി. അതിനുശേഷം മാർക്കറ്റിന് വീണ്ടും മാർക്കറ്റിന് എയിം ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ എല്ലാം പെൻഡിങ് ഓർഡേഴ്സ് മാർക്കറ്റ് ടേക്ക് ചെയ്തതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് മൂവ് ചെയ്യാനായിരിക്കും ചാൻസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് അപ്സൈഡിലോട്ട് ഒരു എൻട്രി പ്ലേസ് ചെയ്യാനുള്ള ഒരു വാലിഡ് റീസൺ നമുക്ക് അവിടെ കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ നാളത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ കുറച്ചധികം ലെവൽസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കളറ് ജസ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ചേഞ്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റിലത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈൻ ഞാൻ വരച്ചേക്കുന്ന ലൈൻ നിങ്ങൾ ജസ്റ്റ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. 23,109 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ലൈനിനെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ഈ ഒരു ലൈനിനെ ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് എയിം ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയിലോട്ട് മാർക്കറ്റിന് എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ബെയറിഷ് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡിലോട്ടുള്ള എൻട്രികൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും എൻട്രി മോഡൽസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലോട്ടുള്ള ട്രേഡുകൾ ഈ ഒരു ഏരിയയിൽ പ്ലേസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതേപോലെ തന്നെ ഞാനൊരു ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫർദർ അപ്സൈഡിലോട്ട് വരാം. പക്ഷേ ഈ അപ്സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതൊരു പോയിന്റിലും മാർക്കറ്റിന് സ്ട്രോങ് ആയിട്ട് ഇന്ന് കാണിച്ചത് കണക്കുള്ള റിജക്ഷൻസ് വേണമെങ്കിൽ മാർക്കറ്റിന് കാണിക്കാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. കൂടുതൽ വാലിഡ് ആയിട്ട് ഇപ്പം നമ്മൾ ഒരു കണ്ടീഷൻ മാത്രം നോക്കാതെ 2-3 കണ്ടീഷൻസ് വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന ട്രേഡാണ് നമുക്ക് വരുന്നതെങ്കിൽ അവിടെ പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ എന്നുള്ള 23,347 എന്ന് പറഞ്ഞ ലെവലാണ്. ഈ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ മാർക്കറ്റ് ഇനി ബുള്ളിഷ് എന്ന് പറയുന്നുള്ളൂ. ആ ഒരു ബുള്ളിഷ് സെനാറിയോ മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബഡ്ജറ്റിന് വേണ്ടി മാർക്കറ്റ് അപ്സൈഡിലോട്ടൊരു മൂവ് തരാൻ പോവുകയാണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ നമുക്ക് 23,347 മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നാളത്തേക്കുള്ള അനാലിസിസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, മാർക്കറ്റ് ടൈമിൽ ന്യൂസുകൾ നോക്കാതിരിക്കുക.
ന്യൂസ് വരുന്നതിന് മുന്നേ തന്നെ ചാർട്ടുകളിൽ അത് റിയാക്ട് ചെയ്ത് വരും. അപ്പോൾ ചാർട്ടിനെ റീഡ് ചെയ്യാൻ പഠിക്കുക. ന്യൂസുകൾ കണ്ടുപിടിക്കാനുള്ള വഴികളും പല സ്ട്രാറ്റജികൾ കണ്ടുപിടിക്കാനുള്ള വഴികളും നോക്കാതെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ള കുറച്ച്, ഞാനൊരു മോസ്റ്റ്ലി ഒരു 3-4 സ്ട്രാറ്റജികൾ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ആ സ്ട്രാറ്റജികളിൽ നിങ്ങളുടേതായ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടാർഗറ്റ് വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ടാർഗറ്റ്സിനെ മാക്സിമം ട്രയൽ ചെയ്തുകൊണ്ട് പോവുക. കാരണം വിക്സ് വളരെ കൂടിയ ഡേയ്സ് ആണ്. ഒരു സൈഡിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം പ്രോഫിറ്റും മിനിമം ലോസും കീപ്പ് ചെയ്യുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.